ACC അംഗം ഷാഹിദ കമാൽ CPI-എമ്മിലേക്ക് ന്യൂനപക്ഷ വനിതകൾക്ക് കോൺഗ്രസിൽ കടുത്ത അവഗണനയെന്ന് ഷാഹിദ കമാൽ. കൊല്ലം ചവറയിലെ CPI-എം വേദിയിൽ ഷാഹിദ കമാൽ എത്തി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വാർത്ത സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പീപ്പിൾ ടിവിയിലൂടെയാണ് കോൺഗ്രസിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെയും കോൺഗ്രസിലെ ന്യൂനപക്ഷ പ്രത്യേകിച്ച് വനിതകൾക്കെതിരെയുമുള്ള ഇതിൽ അവഗണനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഷാഹിദ കമാൽ രംഗത്ത് വന്നത്. ഷാഹിദ കമാലിന്റെ ഈ പ്രഖ്യാപനത്തോട് യോജിച്ച് ബിന്ദു കൃഷ്ണയും അതുപോലെ നിരവധി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലും ഷാഹിദ കമാലിന് സീറ്റ് നൽകുന്നതിനോ അല്ലെങ്കിൽ ഷാഹിദ കമാലിന് മറുപടി നൽകാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. അന്നു മുതൽ തന്നെ ഷാഹിദ കമാൽ ഇതിൽ വളരെ ഒരു അകലം പാലിച്ചു തന്നെയാണ് കോൺഗ്രസുമായി നിന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അതേസമയം ഈ തെരഞ്ഞെടുപ്പിന്റെ പല യോഗങ്ങളിലും അവർ സംബന്ധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കോൺഗ്രസിൽ യാതൊരു പരിഗണനയും നൽകുന്നില്ല. ഒപ്പം തന്നെ വനിതകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് സീറ്റ് CPM ഇടതുപക്ഷ പ്രസ്ഥാനം 16 സീറ്റുകൾ നിയമസഭയിൽ മാറ്റിവെച്ചപ്പോൾ കോൺഗ്രസ് വെറും 9 സീറ്റായി ചുരുക്കി. ഇതെല്ലാം അവഗണനയാണ്. ഇനി ന്യൂനപക്ഷം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മഹിളാ കോൺഗ്രസിന് യാതൊരു പ്രാതിനിധ്യവും നൽകുന്നില്ല. നിയമസഭയിൽ പോലും ഒരു വനിതാ കോൺഗ്രസിന്റെ ഒരു MLA ചൂണ്ടിക്കാണിക്കാൻ പോലും പേരിന് മരുന്നിന് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ കോൺഗ്രസിലെ പുരുഷാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഷാഹിദ കമാൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും മുഴുവനും ഞെട്ടിച്ചുകൊണ്ടാണ് ഷാഹിദ കമാൽ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് താൻ നിൽക്കേണ്ടുന്ന ഇടം ഇടതുപക്ഷം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരങ്ങൾ സഹാക്കൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഷാഹിദ കമാൽ ചവറയിലെ യോഗത്തിൽ സംസാരിച്ചത്. അവർ പറഞ്ഞത്, എന്നെ നിങ്ങൾ സ്വീകരിക്കണം, പൂർണ്ണമായും ഇടതുപക്ഷത്തിന് വേണ്ടി CPM-ന്റെ നയങ്ങളുമായി യോജിച്ചുകൊണ്ട് അതിന്റെ ഇടതുപക്ഷത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്റെ ജീവിതം ഇനി ബാക്കി വെക്കുകയാണ് എന്ന് ഷാഹിദ കമാൽ വികാരഭരിതമായാണ് ചവറയിലെ വേദിയിൽ പ്രസംഗിച്ചത്. രാജ്കുമാറാണ് കൊല്ലത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വെള്ളറട വില്ലേജ് ഓഫീസ് ആക്രമണ കേസിൽ പിടിയിലായ സാംകുട്ടിയുടെ ഭാര്യ പുഷ്പമ്മയുടെ വെളിപ്പെടുത്തൽ. വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കലക്ടർക്കും സാംകുട്ടി പരാതി നൽകിയിരുന്നു. പരാതിയുമായി അധികാരികളുടെ മുന്നിൽ സാംകുട്ടി കയറിയിറങ്ങിയത് നീണ്ട 5 വർഷമാണെന്നും പുഷ്പമ്മ പറയുന്നു. കുടുംബപരമായി കിട്ടിയ സ്വത്ത് പോക്കുവരവ് ചെയ്ത് കിട്ടാനായി വെള്ളറട വില്ലേജ് ഓഫീസിൽ സാംകുട്ടി കയറിയിറങ്ങിയത് കഴിഞ്ഞ 5 വർഷക്കാലമാണ്. പോക്കുവരവ് നടത്തിക്കിട്ടാനായി 1.5 ലക്ഷത്തിലധികം രൂപ കൈക്കൂലിയായി നൽകി. വിഷയം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, തഹസിൽദാർ തുടങ്ങിയവരെ കത്തുമുഖേന സാംകുട്ടി അറിയിച്ചിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് ജനസമ്പർക്ക പരിപാടിയിലും അപേക്ഷ നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും തന്നെയുണ്ടായില്ല. വർഷങ്ങളായി അസുഖത്തിന് ചികിത്സ തേടുന്ന സാംകുട്ടിക്ക് KSF-യിൽ നിന്നും മറ്റുമായി എടുത്ത 35 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടക്കാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളറടയിലെ സ്ഥലം വിറ്റ് കടം വീട്ടാമെന്ന പ്രതീക്ഷയിലായിരുന്നെന്ന് സാംകുട്ടിയുടെ ഭാര്യ പുഷ്പമ്മ പറഞ്ഞു. 35 ലക്ഷം മൊത്തത്തിൽ കണക്ക് കൂട്ടിയപ്പോഴത്തേന് ഞങ്ങൾക്കുണ്ട്. അപ്പം അതിന്റെ മാനസികമായിട്ട് 1-2 വർഷം കൊണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് 5 വർഷമായി ഞങ്ങൾ ഈ വസ്തുവിന് പുറകെ നടന്നിട്ട് കൈക്കൂലിയും കൊടുത്തിട്ടുണ്ട്. അവര് ചോദിച്ച തുകകളൊന്നും പറയണ്ട, പല വില്ലേജ് ഓഫീസറാണെന്നല്ല മാറി വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സാംകുട്ടി വെള്ളറട വില്ലേജ് ഓഫീസിന് തീയിട്ടത്. ഇതിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സാംകുട്ടിയെ അടൂരിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിജേഷ് നടുവിൽ, പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിടുന്നു. എന്നാൽ അനധികൃതമായി ഒന്നുമില്ലെന്ന് ലേക്ക് പാലസ് അധികൃതർ പറഞ്ഞു. റെസ്റ്റോറന്റിലെ ബാർ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഹോട്ടൽ ഫുഡ് ആൻഡ് ബീവറേജസ് ഡയറക്ടർ മനോജ് കുമാറും പറഞ്ഞു. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താസംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത്
5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യമുള്ള ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ല് വാങ്ങണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ടുകടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളിക്യാമറയിൽ പതിഞ്ഞു. അതേസമയം ഹോട്ടൽ ലേക്ക് പാലസിൽ 2 ബാർ ഉണ്ടെന്നതും ബാറിലേക്ക് പ്രത്യേക വഴിയുണ്ട് എന്ന കാര്യവും ബാറിലെ ഫുഡ് ആൻഡ് ബിവറേജസ് ഡയറക്ടർ മനോജ് കുമാർ തന്നെ സമ്മതിക്കുന്നു. പിന്നെ പോരാത്തതിന് പുറത്ത് ഒരു പ്രത്യേക ബാർ അല്ലേ? പ്രത്യേക ബാർ, അതാണ് യഥാർത്ഥ ബാർ ഞങ്ങളുടെ. അതിന്റെ ബാറിന് നമ്മുടെ സാധാരണ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ബാക്ക് പിന്നെ സൈഡിൽ വഴിയുള്ള ഇതാണ്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിലും ഈ ബാറിലും മദ്യത്തിന് ഒരേ വിലയാണോ? നമുക്കത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത്. കൊച്ചി, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിൽ ഒന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ചവറയിലെ CPIM വേദിയിൽ ഷാഹിദ കമാൽ വികാരഭരിതയായാണ് സംസാരിച്ചത്. ഷാഹിദയുടെ വാക്കുകളിലേക്ക്. സമാരാധ്യരായ നേതാക്കന്മാരെ, ഏറെ ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ ഇവിടെ കൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഹാക്കളെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. നിങ്ങളുടെ സഹപ്രവർത്തകയായി, സുഹൃത്തായി, സഖാവായി ഞാൻ നിങ്ങളെ ആദ്യം തന്നെ അറിയിക്കട്ടെ. ഇന്ന് മെയ് ദിനമാണ്. തൊഴിലും പറ്റിയൊരു ദിവസം എനിക്കില്ല എന്നൊരു തിരിച്ചറിവാണ്. മണ്ണിലേക്ക് തന്നെ ഞാൻ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ തെരഞ്ഞെടുത്ത മുന്നണിയിലേക്ക് കടന്നു വന്നത്, CPM-ലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. KC അബുവിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യ ശാസന. ബേപ്പൂരിലെ വർഗീയ പ്രസംഗത്തിന്റെ പേരിലാണ് പരസ്യ ശാസനയുണ്ടായത്. അബുവിന്റേത് മാതൃകാ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെച്ചു. അബുവിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. അതേസമയം കമ്മീഷന്റെ കണ്ടെത്തൽ പരിശോധിച്ച് ഉചിത നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ആദം മുൻഷി ജയിക്കണം, അത് കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല. ആദം മുൻഷി പരാജയപ്പെട്ടാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു മുസ്ലിം മേയർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം മേയറെയും വേണം, മുസ്ലിം MLA ആയി ആദം മുൻഷിയെയും വേണം എന്നാണ് പറഞ്ഞത്. ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ DCC പ്രസിഡന്റ് KC അബു നടത്തിയ വർഗീയ ചുവയുള്ള പ്രസംഗത്തിനാണ് കമ്മീഷന്റെ പരസ്യ ശാസന. മതസ്പർദ്ധ വരുത്തുന്ന തരത്തിലാണ് അബുവിന്റെ പ്രസംഗമെന്ന് കണ്ടെത്തിയാണ് നടപടി. ഏപ്രിൽ 28-ന് KC അബു നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് പ്രസംഗം. ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഉൾപ്പെടെ മുതിർന്ന UDF നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അബുവിന്റെ വിവാദ പ്രസംഗം. കമ്മീഷന്റെ കണ്ടെത്തൽ പരിശോധിച്ച് ഉചിത നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ പ്രതികരിച്ചു. അല്ലാതെ അത് കൃത്യമായിട്ട് ഫൈൻഡിങ് ഒന്നുകൂടെ പരിശോധിക്കും. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ കമ്മീഷന്റെ ഫൈൻഡിങ് കൂടെ പരിശോധിച്ചതിന് ശേഷം ഉചിതമായ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM-ന്റെ ഓൺലൈൻ വഴിയുള്ള സംഭാവന ശേഖരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്ന ലക്ഷ്യത്തോടെയുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. കോർപ്പറേറ്റുകളുടെയും കള്ളപ്പണക്കാരുടെയും സംഭാവന വേണ്ടെന്ന് വെച്ച CPIM സംഭാവന സ്വീകരിക്കുന്നത് സുതാര്യമാക്കാനാണ് ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നത്.
www.cpimkerala.org എന്ന വിലാസത്തിലൂടെ ഇനി മുതൽ ആർക്കും CPIMന് സംഭാവന നൽകാം. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്നതാണ് ഓൺലൈൻ സംവിധാനത്തിന്റെ മുദ്രാവാക്യം. ഓൺലൈൻ സംഭാവനാ ശേഖരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് 10,000 രൂപയാണ് ഡോക്ടർ മാലതി സംഭാവനയായി നൽകിയത്. ഓൺലൈൻ സംവിധാനം അമൂല്യമാണെന്ന് പറഞ്ഞ ഡോക്ടർ മാലതി പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പങ്കുവച്ചു. അന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അന്ന് ഫ്ലെക്സ് പോട്ടെ കമ്പ്യൂട്ടർ പോട്ടെ ഒന്നുമില്ല. ഈ മൈക്രോഫോൺ പോലും ഇല്ല. ഈ മെഗാഫോൺ ഉപയോഗിച്ചിട്ടാണ് അന്ന് പാർട്ടികൾ പ്രചരണം നടത്തിയിരുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതി. പിന്നെ ഓട്ടോറിക്ഷയോ കാറോ ജീപ്പോ ഒന്നുമില്ല. പല വിധത്തിൽ നടന്നിട്ടും കാളവണ്ടിയിൽ പോയിട്ടും ഒക്കെയാണ് പ്രചരണം നടത്തിയിരുന്നത്. കാളവണ്ടിയുടെ പുറത്ത് സ്റ്റിക്കർ ഇത് നോട്ടീസ് ഒട്ടി വെച്ചിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത്. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എവിടെ നിന്നും ആർക്കും ഓൺലൈനായി സംഭാവന നൽകാവുന്നതാണ്. CPIMന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ 20,000 രൂപയാണ് ഒരാൾക്ക് പരമാവധി സംഭാവന നൽകാൻ സാധിക്കുക. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടമാനന്ദൻ, CP നാരായണൻ MP, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രചാരണത്തിന്റെ തിരക്കുകൾക്കിടയിൽ പ്രവർത്തകർക്കൊപ്പം ജന്മദിനം ആഘോഷിച്ച് തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ആഘോഷം പതിവുള്ളതല്ലെങ്കിലും കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സ്ഥാനാർത്ഥി പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേക്ക് മുറിച്ചത്. ലോക തൊഴിലാളി ദിനം, ചൂടുപിടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം. എങ്കിലും ഈ കുട്ടികളുടെ ജന്മദിനാശംസാ ഗാനത്തിനു മുന്നിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അല്പനേരം അതെല്ലാം മറന്നെന്ന പോലെ നിന്നു. കാരണം ഇത്രയും ആളുകൾ ചുറ്റും കൂടി പാട്ടുപാടി കേക്ക് മുറിപ്പിച്ചിട്ടുണ്ടാവില്ല, ചുരുങ്ങിയ പക്ഷം സമീപകാലത്തൊന്നും. അമ്പരപ്പൊന്നു മാറിയപ്പോൾ പിന്നെ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് മധുരം പകർന്നു. ഏരിയ സെക്രട്ടറി സതീഷിൻ്റെ വക മധുരം സ്ഥാനാർത്ഥിക്കും. തിരക്കിട്ട പ്രചാരണ പരിപാടികൾക്കിടയിൽ കാക്കനാട് LP സ്കൂളിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ജന്മദിനമാണെന്ന വിവരം സംഘാടകർ അറിയുന്നതും കേക്ക് വാങ്ങുന്നതും. ഞാൻ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം ജനിച്ച ആളാണ്. ഇന്ന് വർഷം ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമാണ്, ദിവസം ചോദിച്ചാൽ മെയ് ദിനമാണ്. ഇന്നുവരെ എല്ലാ ജന്മദിനവും വീട്ടിൽ അമ്മയോടൊത്താണ് ഞാൻ ആഘോഷമെന്ന് പറയാമെങ്കിൽ ആഘോഷിച്ചിട്ടുള്ളത്. പക്ഷെ ഇക്കൊല്ലം ആദ്യമായിട്ട് പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്കൊപ്പം ഈ കുട്ടികൾക്കെല്ലാം ഒപ്പം കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചു. ജന്മദിനത്തിൽ രാവിലെ മുതൽ തന്നെ സെബാസ്റ്റ്യൻ പോൾ പ്രചാരണത്തിനിറങ്ങി. മണ്ഡലത്തിലെ വാഹന പ്രചാരണത്തിനും ഈ ദിവസം തന്നെ തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായുള്ള കേന്ദ്ര സേനയെത്തി. ശാസ്ത്ര സീമാവെല്ലിന്റെ 670 പേരടങ്ങുന്ന 7 കമ്പനി സേനയാണ് എയർ ഇന്ത്യയുടെ 2 പ്രത്യേക വിമാനങ്ങളിൽ നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇവരെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ വിന്യസിക്കും. 3-ാം സംഘം വൈകിട്ട് 6-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി. പശ്ചിമബംഗാളിൽ സുരക്ഷയ്ക്കുണ്ടായിരുന്ന 3500 സേനാംഗങ്ങളാണ് ഈ മാസം 6-നകം 10 പ്രത്യേക വിമാനത്താവളങ്ങളിൽ കേരളത്തിലെത്തുക. വിശ്രമജീവിതം കൃഷിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ സംതൃപ്തി കണ്ടെത്തുകയാണ് തൃശൂർ സ്വദേശി വേണുവും കുടുംബവും. റിട്ടയർമെന്റിന് ശേഷമുള്ള ഒഴിവുവേളകളിലാണ് കൃഷി ആരംഭിച്ചതെങ്കിലും വേണുവിന് ഇതൊരു നേരം പോക്കല്ല. പുരയിടത്തോട് ചേർന്നുള്ള 40 സെന്റിലാണ് ഇവരുടെ കുടുംബ കൃഷി.